അപ്പം നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ കറുത്ത് വരാം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഴം തൊലി കളയാൻ പോവാണ്. ഒരു 5-8 പഴമുണ്ട് കേട്ടോ, 8 പഴമുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കാം. 1-2 ഞാൻ കാണിക്കണുള്ളൂ. ഞാൻ തൊലി കളയാന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കളയാൻ വേണ്ടി നിൽക്കുമെന്ന് വിചാരിക്കരുത്. ഇപ്പം ഞാനിതിങ്ങനെ കളഞ്ഞ് ഒരു 2-3 എണ്ണം അങ്ങനെ ചെയ്യുള്ളൂ. ഇതാണ് ഇങ്ങനെ നുറുക്കണം. നമ്മൾ തൊലി കളഞ്ഞിട്ട് നുറുക്കാൻ നിൽക്കണതിലും ഭേദം ഇതിങ്ങനെ 2 കഷ്ണമാക്കി ആ തൊലി പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രം. അപ്പോൾ ഇന്ന് പഴംപൊരിയാണ് ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാ പഴവും ഇതേപോലെ തന്നെ നമുക്ക് പൊളിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പഴം പൊളിക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഞാനിനി അത് കാണിക്കാൻ നിന്നിട്ട് സമയം കളയണില്ല. ഞാനിത് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ കഴിഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെ നുറുക്കാൻ നിൽക്കുക. ഇത് എളുപ്പമെന്ന് പറയുകയാണ് ഞാൻ. അപ്പോൾ ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്കുള്ള പാവ് ശരിയാക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി എന്നൊക്കെ പറയില്ലേ, ആ പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് മൈദയിലേക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചത് 1 സ്പൂണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്ര ആവശ്യമില്ലാത്തൊരു 1 സ്പൂൺ ഇട്ടാലും മതി. ഇതിന് നല്ല മധുരമുള്ള പഴമാണ്. പക്ഷെ ഞാൻ അപ്പൂന് മധുരം വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രമല്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ ഇനി നമുക്കത് അതിൻ്റെ പാവാക്കിയിട്ട് എടുക്കാം. നിങ്ങളെങ്ങനെയുണ്ടാവും ഇതിൻ്റെ പറയുക? ഞങ്ങൾ പാവ് എന്ന് പറയും ഇത് മുക്കാനുള്ള ഇതിനെ. അപ്പോൾ അതിൻ്റെ പാവ് കട്ടിയില്ലാണ്ട് നമുക്കിത് ഇതേപോലെ ആക്കിയെടുക്കാം. ഇത്രയും കട്ടിയിൽ. ഇനി നമുക്ക് മുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കണ, അതേസമയം പഴമൊന്നും അങ്ങനെ കേടായി പോവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ പഴം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പഴം കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വീട്ടിൽ വേണ്ട. അപ്പം ഇതാണെങ്കിൽ ഇത് കിട്ടിയാൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ഇഞ്ചി ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിന് കുറച്ച് ചുമയൊക്കെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മഴ സീസണല്ലേ, അപ്പോൾ ഇഞ്ചിയും പനിനീർ കൂർക്കയിലൊക്കെ ഇടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തുളസിയുടെ ഇല ഇഞ്ചിയും കൂടി ചതച്ച് ശർക്കരയിൽ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതും കൂട്ടി ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ മഴയുടെ സീസണിലൊക്കെ ഇങ്ങനത്തെയൊക്കെ നോക്കിയോളാം. അപ്പോൾ നമുക്ക് വലിയ മരുന്നുകളൊന്നും എത്താണ്ട് വേഗം അങ്ങോട്ട് കുറഞ്ഞോളും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കണ്ടേ, ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണം. അപ്പം ഇങ്ങനെ മുക്കി ഓരോന്നോരോന്നിട്ടിട്ട് നമുക്കതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്കൊന്നും ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ കാണുമ്പോൾ ഇത്ര എളുപ്പമുള്ളതാണ് നമുക്ക് ഉണ്ടാക്കാൻ. ആദ്യം എൻ്റെ മോൾക്കായാലും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ പഠിക്കാനൊക്കെ മിടുക്കരാണ് അവർ. പക്ഷേ ഇതൊക്കെ ആക്കാനൊക്കെ വലിയ പാടാണ് അവർക്ക്. നമ്മളിത് ചെയ്ത് നമുക്ക് ശീലമായി. അപ്പോൾ അവർക്കൊക്കെ തോന്നണത് ഇത്ര എളുപ്പമുള്ള കാര്യമാണ്, അത് സുഖത്തിൽ ഉണ്ടാക്കാം തോന്നിക്കഴിഞ്ഞാൽ അവരുണ്ടാക്കാൻ തുടങ്ങും, തുടക്കക്കാരൊക്കെ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ പാകം ചെന്ന പഴം കേട്ടോ. അത് പാകം വളരെ ചെന്ന അതുകൊണ്ട് അങ്ങനത്തെ പഴം കൊണ്ട് തന്നെയാണ് പഴംപൊരി നമ്മൾ ഉണ്ടാക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ LKG കഴിഞ്ഞിങ്ങോട്ട് ഒരു വരവുണ്ട്. എന്താ ഉണ്ടാക്കിയ അമ്മാമ്മയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ കളറും ഒക്കെ കൂടി ആകുമ്പോൾ ആൾക്ക് നല്ല നോട്ടാവും.
അപ്പോൾ ഞാൻ ഇഞ്ചി ചായ ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ശർക്കര ഞാൻ പൊടിച്ചിട്ടൊക്കെ കേട്ടോ, ചതച്ചിട്ടൊക്കെ. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും തുളസിയിലയും ചതച്ചതാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അത് നന്നായി വെട്ടി തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചായയായി. നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പഴംപൊരി. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചായയും കൂട്ടി നമുക്കങ്ങനെ ഇന്നത്തെ ഈവനിങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചായക്കുള്ള കടിയൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ഞാൻ അപ്പവും കൂടി കഴിക്കുക. അപ്പോൾ അപ്പൂനുള്ളതും എൻ്റെയും കൂടി വെച്ചിട്ട് നമുക്ക് കട്ടൻ ചായ എടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ട ചായ, നല്ല ചൂട് ചായ. ആഹാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെ. ഇഞ്ചി ചായയാണ് കേട്ടോ എൻ്റെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പനിയൊക്കെ ഉണ്ടെങ്കിൽ പനിനീർ കുറുക്കയില ഇടാം കേട്ടോ.